ഈ നല്ല വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല വേളയിൽ നമുക്കൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 13 അധ്യായം അതിൻ്റെ 6 വാക്യം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. എത്ര നല്ലൊരു വാക്യം. കർത്താവായ യേശു നമുക്കായി ഈ ലോകത്തിൽ യാഗം ചെയ്തു. എന്നാൽ യേശുവിൻ്റെ പിൻഗാമികളെ നമ്മൾ ആയിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഓരോ പാട്ടും, യേശുവിൻ്റെ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. യഹോവ എനിക്ക് നന്മയായിരിക്കും, ഞാൻ അവന് പാട്ട് പാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട്. ദാവീദിന് നന്മ ചെയ്തു. അന്നേരം ദാവീദ് പാട്ട് പാടി, ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വായിച്ചു. ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് ദാവീദ് പാട്ടുകൾ പാടുകയൊക്കെ ചെയ്യുന്നത്. അത് ആ കാലത്ത് അത് വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ദിവസങ്ങളിൽ ദാവീദ് പാട്ടുകൾ പാടിയാണ് ദൈവത്തെയും ആ കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിനെയൊക്കെ പാട്ട് പാടുമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പാട്ടുകൾ പാടാം. ഞാൻ പാടുന്നതെല്ലാം യേശുവിനെ മഹത്വപ്പെടുത്താൻ പാടുന്നു. പാട്ടുകൾ പാടുമ്പോൾ യേശു മഹത്വപ്പെടുത്തുന്നു, യേശുവിന് മഹത്വം കൊടുക്കുന്നു, കരയേറ്റുന്നു. അതുകൊണ്ട് നമ്മളുടെ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പിൻഗമിക്കാം. അതിനകത്തൊരു വാക്യം പറയുന്നുണ്ട്, ഞാനും നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. മറ്റുള്ളവരുടെ രക്ഷ വരുന്നത് നമുക്ക് ആനന്ദമാണ്, ഇല്ലയോ? നമ്മൾ കാരണം ഒരാൾ യേശുവിനെ അറിഞ്ഞു, യേശു രക്ഷിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ നമ്മുടെ ആ ഹൃദയത്തിൽ നമ്മൾ ആനന്ദിക്കുന്നു, നമ്മുടെ ആത്മാവിൽ നമ്മൾ സ്വസ്ഥത പ്രാപിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? നിൻ്റെ യഹോവേ, ഞാനും നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. നമ്മൾ യേശുവിനെ ആശ്രയിക്കണം. ദാവീദിനെ പോലെ നമ്മളും യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. അന്നേരം നമ്മുടെ ഹൃദയം കർത്താവ് മറ്റുള്ളവരാൽ ഉണ്ടാകുന്ന രക്ഷയിൽ കാരണം ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മയായിരിക്കും, ഞാൻ പാട്ട് പാടും. 2 വാക്യം നമ്മൾ ധ്യാനിക്കാം. യഹോവ എനിക്ക് നന്മയായിരിക്കേണ്ട, ഞാനവന് പാട്ട് പാടും. യഹോവ എനിക്ക് നന്മ ചെയ്തു, യഹോവ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. യഹോവ എന്ന് പറഞ്ഞ് യേശുവിനെ ഞാനീ പറയുന്നത്. യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്, പിതാവിനെ ഞാൻ പറയുന്നത്. യഹോവയാം കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. യഹോവയിൽ നാം യഹോവയാണ് ഗീതം, യേശുവിൻ ഗീതം എന്നൊക്കെ നമ്മൾ പാടുന്നു. യേശുവിനെ നാമമഹത്വത്തിനാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിൽ നിന്ന് ഞാൻ നിൽക്കുന്നു. ഇനി നാളെ ആട്ടെ.